സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 106 വാക്യം 19. അവർ ഹോറേബിൽ വച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 106 സങ്കീർത്തനം 19 വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹാരാധനയാണ് നാം കാണുന്നത്. വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നതാണ്. ഇത് ദൈവം കൽപ്പിച്ചതല്ല. ഒരു മനുഷ്യനും ഒരു വിഗ്രഹത്തെ, അത് ഏതെങ്കിലും രൂപത്തിൽ, മനുഷ്യൻ്റെയോ ഇഴജാതികളുടെയോ വന്യമൃഗങ്ങളുടെയോ പക്ഷി പർവ്വജാലങ്ങളുടെയോ അഥവാ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലുമുള്ള ഏതെങ്കിലും ഒരു ജന്തുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യുന്നത് പാപമാണ്. അത് ദൈവം വെറുക്കുന്നതാണ്. ഇവിടെ നാം വായിച്ചു കേട്ട 106 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യത്തിൽ ദൈവം വെറുക്കുന്ന ഒരു പ്രവൃത്തി ഇസ്രായേൽ മക്കൾ ചെയ്തത് വിവരിക്കുകയാണ്. അവർ ഹോറേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു. മനുഷ്യൻ വാർത്തുണ്ടാക്കുന്ന അഥവാ മനുഷ്യൻ തൻ്റെ കൈവേലയാൽ നിർമ്മിക്കുന്ന ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്ന സംഭവം ചരിത്ര പുസ്തകത്തിൽ നാം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. ദൈവം വിളിച്ചതനുസരിച്ച് മോശെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കടന്നുപോയി. വളരെയധികം ദിവസങ്ങൾ ദൈവം മോശയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയം ഇസ്രായേൽ ജനം മോശയെ കാത്തിരിക്കുകയായിരുന്നു. വളരെ ദിവസങ്ങൾ മോശയെ കാണാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം മോശയുടെ സഹോദരനായ അഹ്റോൻ്റെ അടുക്കൽ ചെന്ന്, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറയുവാനിടയായി. എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നായകൻ അപ്രത്യക്ഷനായിരിക്കുകയാണ്. ഞങ്ങളുടെ നായകൻ അപ്രത്യക്ഷനായ ഈ സമയം ഞങ്ങൾക്കൊരു നായകൻ വേണം ഞങ്ങളെ നടത്തുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനം അഹ്റോനെ സമീപിക്കുകയാണ്. ആ സമയം അഹ്റോൻ ജനങ്ങളെ ഭയപ്പെട്ട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറയുകയാണ്. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹ്റോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് തീയിൽ വാർത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയാണ്. ശേഷം അവരെല്ലാവരും കൂടി ആ കാളക്കുട്ടിയുടെ മുന്നിൽ നമസ്കരിക്കുകയാണ്. ആദ്യത്തെ വിഗ്രഹാരാധനയാണ് നാം കാണുന്നത്. അവിടെ ആരംഭിച്ച വിഗ്രഹാരാധന ഇന്ന് മുഴുപ്രപഞ്ചത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഒരു കാളക്കുട്ടിയെ അഥവാ ഒരു ഇഴജാതിയുടെ രൂപത്തെ, ഒരു മനുഷ്യൻ്റെ രൂപത്തെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്ത് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കുമ്പോൾ അത് അന്യ ആരാധനയായി മാറുന്നു.
വിഗ്രഹാരാധനയായി മാറുന്നു. അത് ദൈവം വെറുക്കുന്നതാണ്. 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഈ വിഗ്രഹാരാധനയ്ക്ക് എതിരായിരുന്നു. അതെ, പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറഞ്ഞു, പ്രിയമുള്ളവരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. ആമേൻ, ആമേൻ.